സോ ഹായ് ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ ഊപ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ഊപ്സിൽ അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ട് ക്ലാസ് ഉണ്ട്. ഒരു പാരൻറ്റ് ക്ലാസ് ഉണ്ടാവും, ഒരു ചൈൽഡ് ക്ലാസ്സും ഉണ്ടാവും. ഇപ്പോൾ പാരൻറ്റ് ക്ലാസ്സിലെ ചില മെത്തേഡ്സ് ആൻഡ് വേരിയബിൾസൊക്കെ ചൈൽഡ് ക്ലാസ്സിന് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരെ നമ്മൾ ഈ ജനറ്റിക്സിലൊക്കെ പറയുന്ന ഒരു പാരൻസിൻ്റെ ചില ട്രെയ്റ്റ്സൊക്കെ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നു എന്ന് പറയുന്ന മാതിരി ഈ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും ചൈൽഡ് ക്ലാസ്സിൽ. അതെങ്ങനെ നോക്കാം. അപ്പോൾ ഞാനൊരു പ്രോസസ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പബ്ലിക് ബൂളിയൻ ഈസ് പെയ്ഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. പിന്നെ ഒരു പ്രൈവറ്റ് കസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. പിന്നെ പേസ്റ്റ് സ്റ്റാറ്റസ് പെയ്ഡ് മന്ത് എന്നൊക്കെ പറയുന്ന 2-3 മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിന് എനിക്ക് നമ്മുടെ ഈ ജാവ എപ്പിസോഡ് 6 ഇൻഹെറിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എന്താണ് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന കീവേഡ്സ്, ആ ക്ലാസ് നെയിം ഇത്രയും യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ജാവ എപ്പിസോഡ് 6 അതിനൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി നോക്കുക. ന്യൂ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഈ ജാവ എപ്പിസോഡ് 6 പ്രത്യേകിച്ച് വേരിയബിൾസ് ഒന്നും ഇല്ല. അവിടെ ഒരു മെയിൻ മെത്തേഡും പിന്നെ 2-3 വേറെ മെത്തേഡ്സും മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ പ്രോസസ് പേയ്മെൻറ്റിലുള്ള ഒരു ഈ സ്പീഡ് ഇനി ജാവ 6 കിട്ടുന്നുണ്ടോ നോക്കാം. എപ്പിസോഡ് 6.eSpeed. സോ നമ്മളിവിടെ ആ ഒരു മെത്തേഡ് ഇനീഷ്യലൈസ് ചെയ്തില്ല, പക്ഷേ അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിലുള്ളത് കൊണ്ട് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ മെത്തേഡ്. ഇനി കസ്റ്റ് നെയിം എന്നുള്ളത് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആക്സസ് സ്പെസിഫയർ പ്രൈവറ്റ്, ഈ ക്ലാസ്സിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഒന്ന് സാമ്പിൾ നോക്കിയാൽ പറ്റില്ല, ID കാണിക്കില്ല. കണ്ടില്ലേ, ആ മെത്തേഡ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കും പ്രൊട്ടക്റ്റഡുമായിട്ടുള്ള വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് പേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് അവിടെ ആക്സസ് ചെയ്യാം. അതായത് ജാവ എപ്പിസോഡ്സ് ഗെറ്റ് എന്താ പേ സ്റ്റാറ്റസ് അല്ലേ, പേ സ്റ്റാറ്റസ്. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ചുമ്മാ. അത് ഇതിലേതാണ് കോളായത്. ഇതിലും സെയിം മെത്തേഡ് ഉണ്ട്, അതുകൊണ്ട് ഇതിലേതാണ് കോളായത്. ഇനിയിപ്പോൾ അവിടുത്തത് കോളാവണമെങ്കിൽ ഈ പേരൻ്റ് എന്നുള്ള ഈ മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അത് കൺഫ്യൂസിങ് ആണെന്നറിയാം. വേറൊരു മെത്തേഡ് ചെയ്താൽ അത് ഞാൻ മറ്റേ ഓവർ റൈഡിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു, അതുകൊണ്ടാണ്. വേറൊരു ക്വിക്കായിട്ടൊരു മെത്തേഡ് ചെയ്താണെങ്കിൽ പെയ്ഡ് മന്ത് ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ടോ നോക്കട്ടെ. പെയ്ഡ് മന്ത് ഇവിടെ ഇല്ല. അപ്പോൾ പെയ്ഡ് മന്ത് ജൂലൈ. ഇപ്പോൾ പെയ്ഡ് മന്ത് എന്നുള്ള മെത്തേഡ് ഈ എപ്പിസോഡ് 6 ഇല്ല. അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരന്റ് ക്ലാസ്സിൽ നിന്ന് ഉള്ളതാണ് അവിടെ കോളായത്. അപ്പോൾ ഈ മെത്തേഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ്, എന്താണ് ഇൻഹെറിറ്റൻസ്, അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ വേരിയബിൾസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, മെത്തേഡ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ കൂടെ പറഞ്ഞു പോകാൻ ഞാൻ 2 പെയ്ഡ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ചെയ്തിട്ടുണ്ട്. പോളിമോർഫിസം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഒരു ക്ലാസ്സിൽ സെയിം ആയിട്ട് 2 മെത്തേഡ് എഴുതാൻ പറ്റും സെയിം നെയിമിൽ, പക്ഷേ ഇതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സെയിം നെയിമിൽ നിങ്ങൾക്ക് മെത്തേഡ്സ് ചെയ്താൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ എണ്ണത്തിൽ ഡിഫറൻസ് ഉണ്ടായാൽ മതി. പക്ഷേ പെയ്ഡ് മന്ത് എന്നുള്ളത് ഈ ആർഗ്യുമെൻ്റ് ഇല്ലാതെ അവിടെ ഒരിക്കലും എഴുതാനും പറ്റില്ല. അത് ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നതിന് പ്രശ്നമില്ല, 1-2 കൂടുതലോ എത്രയാണെങ്കിലും. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ഒരു രീതി ഓഫ് കോഡിങ്ങിന് പറയുന്നതാണ് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓവർ റൈഡിങ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പേ സ്റ്റാറ്റസ് അവിടെ ട്രിഗർ ചെയ്തപ്പം ആ പാരൻറ്റിലെ ചൈൽഡിലെ ട്രിഗറായി കിട്ടിയില്ലേ നമുക്ക്. അപ്പോൾ പേ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ എപ്പിസോഡ് 6 ഉണ്ട്, പ്രോസസ് പേയ്മെൻറ്റിലും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചൈൽഡിലുള്ള പേ സ്റ്റാറ്റസ് ആയിരിക്കും കോൾഡ് ആവുക. ആ ഒരു രീതിക്ക് പറയുന്നതിനാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്.
സോ നമുക്ക് പേരൻറ്റിലേക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഈ സൂപ്പർ ഡോട്ട് ഗെറ്റ് പേ സ്റ്റാറ്റസ്, ഈ സൂപ്പർ എന്നറിയുന്ന കീവേഡ് യൂസ് ചെയ്താൽ മതി. അത് പുറത്തൊരു മെത്തേഡ് എഴുതിയിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി, നല്ല രീതി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇൻഹെറിറ്റൻസിലുള്ളത്. പിന്നെ പോളിമോർഫിസത്തിലുള്ള ആ ഒരു കോൺസെപ്റ്റ്സും അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഒരു കീവേഡാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് നമ്മൾ പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു യൂസ് കേസ് എന്താണെന്ന്, അപ്പോൾ ഞാനൊരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സ്റ്റാറ്റിക് സ്ട്രിങ് ക്രിയേറ്റഡ് യൂസർ എന്ന് പറയുന്നിട്ട്. അതിൻ്റെ ഒരു ഗെറ്റർ സെറ്റർ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറി അലോക്കേഷൻ സെയിം ആയിരിക്കും. അതായത് എല്ലാ ഒബ്ജക്റ്റിനും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ഇനീഷ്യലൈസ് ചെയ്താൽ മതി അതിൻ്റെ വാല്യൂ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ എപ്പിസോഡ് 6 റെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെറ്റ് ക്രിയേറ്റഡ് യൂസർ എന്ന് ഞാൻ അക്ഷയ് എന്നുള്ള പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ റെക്റ്റ് 2 എന്ന് പറയുന്നിടത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് ക്രിയേറ്റഡ് യൂസറാണ്. ഒബ്ജക്റ്റ് 2 ഡോട്ട് ഗെറ്റ് ക്രിയേറ്റഡ് യൂസർ എന്നാണ് വിളിച്ചത്. ഒന്ന് റൺ ചെയ്ത് നോക്കാം. അക്ഷയ് കണ്ടില്ലേ, എല്ലാ സ്ഥലത്തും എല്ലാ ഒബ്ജക്റ്റിലും അതിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ആ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാറ്റിക് മെത്തേഡ് നമ്മൾ നേരത്തെ സിനാരിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ ഒബ്ജക്റ്റ് ഡോട്ട് എന്ന് എഴുതേണ്ട ആവശ്യം നിർബന്ധമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഡോട്ട് ക്രിയേറ്റഡ് യൂസർന്ന് നമുക്ക് അസൈൻ ചെയ്യാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഈ സ്റ്റാറ്റിക്കിൻ്റെ സിനാരിയോയിൽ. സോ ആ പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.